അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ചില മൗലവിമാർ തെക്ക് നിന്ന് വടക്കൻ ഭാഗങ്ങളിലേക്ക് വണ്ടി കയറി, മലബാറിന്റെ തീരങ്ങളിലേക്ക് വണ്ടി കയറി. അവർക്കൊരു സമയത്ത് ഒരുപാട് വേദികൾ ഉണ്ടായിരുന്നു. സംഘടന നോക്കാതെ ആളുകൾ അവരുടെ മുമ്പിൽ കൂടിയിരുന്നു. അവസാനം ചില കുൽസിത ശ്രമങ്ങൾ കാരണം ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ വന്നപ്പോൾ തങ്ങൾക്ക് വേദി കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ചിലരുടെ പേരിങ്ങനെ ഉറച്ചുറച്ച് പറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുക, മഹാനായി ഞാൻ തുറന്നു പറയുന്നു, മഹാനായ എ പി ഉസ്താദ്, ഖമറുൽ എ പി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസും ഹിമ്മത്തും ഇസ്സത്തും അല്ലാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കണം, ഗുജറാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മഹാനായ എ പി ഉസ്താദിനെ ഏതൊക്കെയോ നിരർത്ഥമായ തക്ബീറുകൾ കിട്ടാനും കയ്യടി വാങ്ങാനും വേണ്ടിയിട്ട് ഗുജറാത്തിന്റെ പേര് പറഞ്ഞു മഹാനായ പണ്ഡിതനായ എ പി ഉസ്താദിനെ വലിച്ചഴക്കുന്ന മൗലവിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, വേദനാപൂർവ്വം ഞാനൊന്ന് ചോദിക്കട്ടെ, കുറ്റപ്പെടുത്തുകയല്ല, ഞാനൊരു അപേക്ഷാഭാവത്തോടെ ഞാൻ ചോദിക്കുക. ആരെയും കുറ്റപ്പെടുത്താനുള്ള അവകാശം നമുക്കില്ല. പക്ഷേ ഞാനൊന്ന് ചോദിക്കുക, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരോട് ഞാനൊന്ന് ചോദിക്കുക. ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ 2000-ഓളം പള്ളികൾ മഹാനായ എ പി ഉസ്താദ് നിർമ്മിച്ചു. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന അതേ 5 നേരവും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ആ പള്ളി മിനാരത്തിൽ നിന്നും ബാങ്ക് കേട്ടുകൊണ്ട് ആളുകൾ, സത്യവിശ്വാസികളായ സഹോദരങ്ങൾ ആ പള്ളിയിലേക്ക് കടന്നു വന്ന് സുജൂദ് ചെയ്യാൻ പറ്റുന്ന പരിപക്വമായ രൂപത്തിൽ ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിച്ച എ പി ഉസ്താദ് ഉണ്ടല്ലോ. ആ ഉസ്താദിന്റെ ആയുഷ്കാലം എന്തിനു വേണ്ടിയിട്ടാ ചെലവഴിച്ചത്? ഏതെങ്കിലും കൂവിത്തെളിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കേവലം വേദികൾ മാത്രം ഉപയോഗിച്ചതാണോ? അവിടെ നിന്നും കൊണ്ടുപോകുന്ന പൈസകൾ കൊണ്ടുപോയിട്ട് സ്വന്തം വീടും അതുപോലെ പരിസ്ഥിതിയും അതുപോലെ കുടുംബവും വികസിപ്പിക്കാനും തന്റെ പള്ളിയിലേക്ക് മാത്രം ഉപയോഗപ്പെടുത്തിയവരാണോ? ഒന്നാലോചിക്കണേ. മഹാനായ എ പി ഉസ്താദിനെ കുറിച്ചൊന്നറിയണേ, എ പി ഉസ്താദിന്റെ മഹത്വം എന്നറിയണേ, പണ്ഡിതന്മാരുടെ മഹത്വം എന്നറിയണേ. ആരാവട്ടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഒരൊറ്റ ആളിനെയും കുറ്റപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. ആരെയും തേജോവധം ചെയ്യാൻ ആർക്കും അവകാശമില്ല. തന്റെ സംഘടനയുമായി ബന്ധമില്ലാത്ത ആളാണ്, അതുകൊണ്ട് തെറി വിളിക്കാൻ ഒരാൾക്കും അവകാശമില്ല. തന്റെ കൊടി പിടിക്കാത്ത ആ കൊടിയോട്, ആ കൊടിയുടെ നിറത്തോട് വെറുപ്പുള്ള ആളാ. പക്ഷേ പണ്ഡിതനാണോ, വിശിഷ്ട സയ്യിദാണോ, ബഹുമാനിച്ചേ പറ്റൂ, ആദരിച്ചേ പറ്റൂ. അത് കുടുംബം നോക്കിയിട്ടല്ല, നിറം നോക്കിയിട്ടല്ല, തറവാട് നോക്കിയിട്ടല്ല, രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഏതൊക്കെ രാഷ്ട്രീയക്കാരാകട്ടെ, മഹാന്മാരായ തങ്ങന്മാരെ ബഹുമാനിക്കണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സമൂഹം സമൂലം അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പരിലസിക്കുന്ന മഹാനായ ശിഹാബ് തങ്ങൾ, അവിടുന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതാവാണെങ്കിൽ പോലും മഹാനായ ശിഹാബ് തങ്ങൾ എന്ന ഏറ്റവും വിശാല മനസ്സുള്ള തങ്ങളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പെടാൻ അള്ളാഹു കൊടുത്ത ഭാഗ്യം കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആലോചിക്കണേ. ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ആലോചിക്കണം. എ പി ഉസ്താദ് അവർക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ വീട്ടിന്റെ ഉള്ളിൽ ചാരികസേരിയിൽ സുഖമായിട്ട് വേണമെങ്കിൽ ഇരിക്കാം, വിശ്രമിക്കാം, പ്രായമുണ്ടല്ലോ. കുടുംബത്തിലേക്ക് തന്നെ വല്ലപ്പോഴും കടന്നു ചെല്ലുന്നത് ഈ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ്, സമുന്നതമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമാധാനപൂർണമായ സന്ദേശങ്ങളുമായിട്ട് കടന്നു പോകുമ്പോൾ, ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, വിശ്രമമില്ലാതെ ആ പണ്ഡിതന് കടന്നു പോകുമ്പോൾ, നിങ്ങൾ ആലോചിക്കണേ. കാശ്മീരിന്റെ ചോരച്ചാലൊഴുകുന്ന കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ കിടന്ന നൂറുകണക്കിന് പാവപ്പെട്ട മക്കളെ കേരളത്തിന്റെ സ്വതന്ത്രമായ ശുദ്ധവായു ശ്വസിക്കാൻ അവസരം കൊടുത്ത ഇന്ത്യയിലൊരു പണ്ഡിതനാരാ? അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് കുട്ടികളെ തരുമോ എന്നല്ല പറഞ്ഞത്, മർക്കസിൽ കുട്ടികൾ കുറവാണെന്നല്ല പറഞ്ഞത്. അവിടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കയാ, അവിടെ പാർപ്പിക്കാനുള്ള സൗകര്യം പോരാ. ഇപ്പോഴും മർക്കസിന്റെ തിരുമുറ്റത്ത് മർക്കസുമായി ബന്ധപ്പെട്ട് 10,000 വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നവരില്ലയോ? 10,000 വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നവരില്ലയോ? ശ്രദ്ധിക്കണേ. കാശ്മീരിന്റെ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി കാശ്മീർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മഹാനായ AP ഉസ്താദ് പോയപ്പോൾ ആ മുഖ്യമന്ത്രി AP ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അല്ലയോ ഉസ്താദെ, അല്ലയോ ഹസ്രത്തെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് കുട്ടികളെ നിങ്ങളുടെ കേരളത്തിലേക്ക് കൊണ്ടുപോകണം. AP ഉസ്താദ് ചിന്തിച്ചു, പടച്ചവനെ അതെങ്ങനെയാ സാധിക്കുക? കാരണം ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റമാണല്ലോ കേരളം, മറ്റേ അറ്റമാണല്ലോ കാശ്മീർ. അവിടെ നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ പരിസരത്തുള്ള ഏതെങ്കിലും കേരളത്തിന്റെ മുക്കുമൂലയിലുള്ള ആളുകൾ വരുന്നത് പോലെയല്ല, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കർണാടകയിലോ തമിഴ്നാട്ടിലോ ഉള്ള ആളുകൾ വരുന്നത് പോലെയല്ല. കാരണം പ്രത്യേകമായ ഭക്ഷണമാ, പ്രത്യേകമായ അന്തരീക്ഷമാ, പ്രത്യേകമായ രീതികളും കാര്യങ്ങളോ. അതുകൊണ്ട് കാര്യമായിട്ട് മഹാനായ AP ഉസ്താദ് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒന്ന് മീറ്റിംഗ് കൂടട്ടെ, മറ്റു പണ്ഡിതന്മാരുമായിട്ട് ആലോചിക്കട്ടെ, കൂടിയാലോചന നടത്തിക്കൊണ്ട് അതാ അവർക്ക് വേണ്ടിയിട്ട് ഒന്നാലോചിക്കണേ സഹോദരങ്ങളെ. വെടിയുച്ചകൾ മാത്രം കേട്ടുകൊണ്ട് ബോംബിന്റെയും അതുപോലെ വെടിയുണ്ടകളുടെയും ശബ്ദം മാത്രം കേട്ട് ഉറക്കമില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു പിടി രാജ്യത്തിന്റെ മക്കളെ കൊണ്ടുവന്നു, മർക്കസിന്റെ തിരുമുറ്റത്ത് കൊണ്ടുവന്നു. വെറുതെയല്ല, അവർക്ക് പ്രത്യേകമായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാ കൊണ്ടുവന്നത്. അവർക്ക് പ്രത്യേകമായ ഭക്ഷണമാ, അവർക്ക് പ്രത്യേകമായ ഡ്രസ്സാ, അവർക്ക് പ്രത്യേകമായ ടീച്ചേഴ്സാ. ഇതുപോലെ യുക്തിപരമായ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു പണ്ഡിതനെയാണോ പൊന്നുമോനെ? 5-6 വേദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയും പാട്ടും ഗാനമേളയും മറ്റും നടത്തിയിട്ട് പ്രകമ്പനം കൊള്ളിച്ച് കേവലം ആസ്വാദനത്തിന് കൂടുന്ന ആളുകളുടെ കൈയടി വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് പണ്ഡിതനെയാ മൗലവുമാരെ ഉടുത്തൊണങ്ങിക്കൊണ്ട് മലബാറിലേക്ക് പോയിട്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അള്ളാഹു വെറുതെ വിടുകയില്ല, അള്ളാഹു വെറുതെ വിടുകയില്ല. ഒന്നാലോചിക്കണേ. കടന്നു പോകൂ, ഉത്തർപ്രദേശിലേക്ക് കടന്നു പോകൂ, പഞ്ചാബിലേക്ക് കടന്നു പോകൂ, ഡൽഹിയിലേക്ക് കടന്നു പോകൂ, ബംഗാളിലേക്ക് കടന്നു പോകൂ, ഗുജറാത്തിലേക്ക് കടന്നു പോകൂ, ആസാമിലേക്ക്, മഹാരാഷ്ട്രയിലേക്ക്, ആന്ധ്രാപ്രദേശിലേക്ക്, ബോംബെയിലേക്ക്, കർണാടകയിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, ഇന്ത്യയുടെ മുക്കുമൂലകളിൽ മഹാനായ AP ഉസ്താദ് വളർത്തുന്ന മക്കളുണ്ട്. 10,000-കണക്കിന് മക്കളുണ്ട് സഹോദരങ്ങളെ. 1000-കണക്കിന് പാവപ്പെട്ട യതീമുകൾ, പ്യുവർ യതീം മക്കളെ പോറ്റുന്നുണ്ട്. അവരുടെ ഒരു പ്രാർത്ഥന പോരെ മഹാനായ AP ഉസ്താദിന് രക്ഷപ്പെടാൻ? നിങ്ങൾ ആലോചിക്കണം. കേരളത്തിൽ വിശ്രമിക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികളുള്ള ആ മർക്കസ് ഉണ്ടല്ലോ, ഏഷ്യയിൽ ഏറ്റവും വലിയ ബുഖാരി ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാ, മറന്നു പോകണ്ട, മർക്കസു സഖാഫത്ത് സുന്നിയ. അതുകൊണ്ട് ഈ മഹാനായ പണ്ഡിതനെ തേജോവധം ചെയ്യാൻ ഏതെങ്കിലും സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേര് എഴുതി കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാതെ സമസ്തയുമായിട്ട് ഈ മൗലവിക്ക് വല്ല ബന്ധമുണ്ടോ? ഈ പണ്ഡിതന്മാരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഏതെങ്കിലും ഉസ്താദന്മാരുടെ പരമ്പരയെങ്കിലും ഉണ്ടോ? ഒരു ബന്ധവും ഇല്ലാതെ എഴുതി കാണാതെ പഠിച്ചിട്ട് തന്റെ മുമ്പിലുള്ള ആളുകളുടെ ആശയങ്ങൾക്കനുസൃതമായിട്ട് കീശ മാത്രം നോക്കിയിട്ട് മേമ്പടി ചേർത്ത് കൊണ്ട് വിളിച്ചു പോകുമ്പോൾ ഒന്നാലോചിക്കണേ. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേര് പറയുമ്പോൾ, മഹാനായ കുത്തുബി തങ്ങളുടെ പേര് പറയുമ്പോൾ, മഹാനായ പാണക്കാട് തങ്ങളുടെ പേര് പറയുമ്പോൾ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് പറയുമ്പോൾ, മഹാനായ ശംസുൽ ഉലമയും ഈ വിനീതന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരായ മഹാനായ ശംസുൽ ഉലമയും അതുപോലെ ഈ കെ ഹസൻ ഉസ്താദിന്റെ ഇവക്ക പേര് പറഞ്ഞിട്ട് ആളുകളുടെ തക്ബീർ മേടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മൗലവി, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു ശ്രാമ്പി, ഏതെങ്കിലും ഒരു നിസ്കാര പള്ളിയുടെ ഇഷ്ടികക്കട്ടം നിങ്ങളുടെ കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഒരു പള്ളി വെക്കാൻ, ഒരു നിസ്കാര പള്ളി വെക്കാനെങ്കിലും നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ കാര്യമായി നടത്തുന്നുണ്ടോ? ദീനിനെ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടവർക്ക്, അതുപോലെ രാജ്യത്തിന്റെ സുഗമമായ കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് കർമ്മമാണോ നിന്റെ ഒരു ചില്ലിക്കാശ് കൊണ്ടെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ആയുഷ്കാലം മുഴുവനും യഥാർത്ഥ അള്ളാഹുവിന്റെ ദീനാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ജിഹയിൽ പേരോട്ടം നടത്തുന്ന മഹാനായ ആ സുന്ദരമായ രാജപാതയിലൂടെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റിവെച്ച് ഊണും ഉറക്കവുമില്ലാതോടി നടക്കുന്ന പണ്ഡിതനായ AP ഉസ്താദിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്നാലോചിക്കണേ. ചെറിയ വിഷയമല്ല. നിങ്ങൾക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങാടി പിള്ളാര് കല്ലെറിഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ സുന്ദരമായ ഭൂമേനിയിൽ നിന്ന് രക്തം
ആർന്നൊലിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അള്ളാഹു ഇടപെട്ടിട്ടില്ല. ആകാശം കരഞ്ഞു പോയിട്ടുണ്ട്, മലക്കുകൾ കരഞ്ഞു പോയിട്ടുണ്ട്. ഫിത്നയുണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണേ, ഫിത്നയുണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണേ. പണ്ഡിതന്മാരുടെ മാംസം വിഷമുള്ള മാംസമാ, വലിയ ഗൗരവമുള്ളതാ. ഏത് സംഘടനക്കാരും എന്റെ മുമ്പിലുള്ള മുഴുവൻ ആളുകളും പരിസരത്തുള്ളവരും ഈ ശബ്ദം ഏതൊക്കെ സംവിധാനത്തിലൂടെ നിങ്ങൾ കേട്ടാലും, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഏതൊക്കെ സംവിധാനത്തിലൂടെ നിങ്ങൾ കേട്ടാലും നിങ്ങളുടെ മുമ്പിൽ ഈ വിനീതൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വിഷയം ഗൗരവമുള്ളതായി ഈമാനുമായി ബന്ധപ്പെടുന്ന വിഷയവാ. നിങ്ങൾ ആലോചിക്കണേ, എത്രയും പ്രയാസങ്ങൾ മഹാനായ പ്രവാചകനേക്കുമ്പോഴും അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലാഹു നടത്തിയിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അബൂജഹൽ എന്താ പറഞ്ഞത്? അള്ളാന്റെ ഹബീബായ പ്രവാചകനെ എന്താ പറഞ്ഞത്? തബ്ബലക യാ മുഹമ്മദ് എന്ന് ആക്ഷേപത്തിന്റെ ഫിത്നയുടെ പദം പറഞ്ഞപ്പോൾ രക്തം നൊലിച്ചു പോയിട്ടും അള്ളാഹു ഇടപെട്ടിട്ടില്ല. അള്ളാഹു ഒരുപാട് റസൂൽ പ്രയാസപ്പെട്ടിട്ടും അങ്ങനെ വ്യക്തമായി ഇടപെടാത്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇടപെട്ടുകൊണ്ട് പറയുകയാ, തബ്ബത് യദാ അബീ ലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയില്ലയോ? അതുകൊണ്ടാ പറഞ്ഞത് അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന എന്ന് പറഞ്ഞാൽ വധത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ വളരെ വലിയ ഭീഷണികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാശങ്ങളും ഉണ്ടാക്കുന്നതാ. അതുകൊണ്ട് എല്ലാവരും ഗൗരവത്തോടൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പറയുകയാ. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഏത് സംഘടനക്കാരാകട്ടെ, ഏത് ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവരാകട്ടെ, ഏത് രാജ്യക്കാരാകട്ടെ, ഏത് കൊടി പിടിക്കുന്നവരാകട്ടെ, ഏത് സംഘടനയുടെ കീഴിൽ വളർന്നു വരുന്നവരാകട്ടെ, ആ മുഴുവൻ പണ്ഡിതന്മാർക്കും സുന്നത്ത് ജമാഅത്തിന് ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവരാണോ അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് ഇണക്കം നൽകണേ അല്ലാ, സുന്നത്ത് ജമാഅത്തിന് ഇണക്കം നൽകണേ റബ്ബേ. ബിദ്അത്തിന്റെ കോട്ടകൊത്തളങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം കൊണ്ട് തച്ചുടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾക്കിടയിൽ കുബുദ്ധികൾ കടന്നു വന്ന് വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പടച്ചവനെ അങ്ങനെയുള്ള ശർറുകളെ തൊട്ട് സമുദായത്തെ നീ കാക്കണേ റബ്ബേ, സമുദായത്തെ നീ കാക്കണേ അല്ലാ, സമുദായത്തെ നീ കാക്കണേ അല്ലാ.